വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ കടലാക്രമണം രൂക്ഷമായ മാവിലാക്കടപ്പുറം ഓരിയര ഭാഗങ്ങൾ സന്ദീപ് വാര്യർ MLA സന്ദർശിച്ചു. അടിയന്തര പരിഹാരം കാണാൻ സംഭവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. പഞ്ചായത്ത് അധികൃതർക്കും ജനപ്രതിനിധികൾക്കും ഒപ്പമാണ് MLA ദുരിതബാധിത തീരപ്രദേശങ്ങളിലെത്തിയത്. വർഷങ്ങളായി മഴക്കാലത്ത് ശക്തമായ കടലാക്രമണം നേരിടുന്ന ഈ പ്രദേശങ്ങളിൽ ശാസ്ത്രീയമായ തീരസംരക്ഷണ സംവിധാനങ്ങൾ ഒരുക്കണമെന്നത് പ്രദേശവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ്. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്നും MLA അറിയിച്ചു. നമ്മളിവിടെ ഇരുന്നിട്ട് പ്രസ്താവനകൾക്കപ്പുറം ഞാൻ അതിൽ വളരെ ക്രിയാത്മകമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പരിശോധന ഉണ്ടായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ പോയി കണ്ടു. അദ്ദേഹത്തിന് ഇവിടുത്തെ സംഗതികൾ ബോധിപ്പിച്ചു. ഇവിടുത്തെ ഈ രൂക്ഷത അദ്ദേഹത്തെ ബോധിപ്പിച്ചു. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് നമുക്കൊരു ഇമ്മീഡിയറ്റ് റിലീഫായിട്ട്, അതായത് ഇപ്പോൾ ടെട്രോപാഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിഹാരമാണ്. ഞാൻ കൊടുത്ത നിവേദനത്തിലും ടെട്രോപാഡാണ് പറഞ്ഞിട്ടുള്ളത്. ശാസ്ത്രീയമായിട്ടൊരു പഠനം ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പം അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും അദ്ദേഹം ഇമ്മീഡിയറ്റ് റിലീഫ് എന്നുള്ള നിലയ്ക്ക് ജിയോ ബാഗുകൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇറിഗേഷൻ വകുപ്പിന് അപ്പോൾ തന്നെ നൽകുകയുമാണ് ചെയ്തത്. അതേ കാര്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു കടൽഭിത്തി നിർമ്മാണത്തിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള മിനിസ്ട്രിക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരെ ചുമതലപ്പെടുത്തി. ഞാൻ അവരുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. പ്രാഥമിക നടപടി എന്ന നിലയിൽ പ്രദേശത്ത് ഉടൻ ജിയോ ബാഗുകൾ സ്ഥാപിക്കും. ഭാവിയിൽ ടെട്രാപാഡുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് ശാശ്വത തീരസംരക്ഷണ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദർശനത്തിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT ബുഷറ, വൈസ് പ്രസിഡന്റ് മനോജ്, മറ്റ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ എന്നിവരും MLA യോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.